ക്രിയാറ്റിൻ സ്റ്റിറോയിഡ് ആണോ? വെറും വയറ്റിൽ കാർഡിയോ ചെയ്താൽ കൂടുതൽ ഫാറ്റ് ബേൺ ആകുമോ? ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഗെറ്റ് ഷ്രെഡഡ് ഇൻ 30 ഡേയ്സ് സത്യമാണോ? നമ്മുടെ ഫിറ്റ്നസ് അഡ്വൈസ് സീരീസിലെ ഫൈനൽ പാർട്ടാണിത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ വർക്കൗട്ടിന്റെ 5 ഫൗണ്ടേഷൻസിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്തു. വാം അപ്പ്, ബ്രീത്തിങ്, മൈൻഡ് മസിൽ കണക്ഷൻ, കോർ ബ്രേസിംഗ് ആൻഡ് കൂൾ ഡൗൺ. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ പലരുടെയും ഇടയിലുള്ള കോമൺ മിസ്കോൺസെപ്ഷനെ കുറിച്ച് മനസ്സിലാക്കി. ഈഗോ ലിഫ്റ്റിംഗ്, മസിൽ കൺഫ്യൂഷൻ, റെപ്പ് റേഞ്ചസ് ആൻഡ് സിക്സ് പാക്ക് സീക്രട്ട്. ആ വീഡിയോസ് കാണാത്തവർക്കായി മുകളിൽ കൊടുക്കുന്നു. അത് രണ്ടും കണ്ടതിന് ശേഷം ഈ വീഡിയോ തുടർന്ന് കാണുക. ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി മിസ്കോൺസെപ്ഷൻസ് അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന, നമ്മളെ പ്രോഗ്രസിനെ ഹിൻഡർ ചെയ്യുന്ന കുറച്ച് മിത്സ് ഇനിയും ബാക്കിയുണ്ട്. ഈ വീഡിയോയിൽ ഫിറ്റ്നസ് ലോകത്തെ 5 മിത്സ് കൂടി സയൻസ് വെച്ച് നമ്മൾ പൊളിച്ചെടുക്കും. ദിസ് ഈസ് SRJ ലൈഫ് സ്റ്റൈൽ. വെൽക്കം ടു അനദർ വീഡിയോ. മിത്ത് നമ്പർ 1, ക്രിയാറ്റിൻ ഈസ് എ സ്റ്റിറോയിഡ്. ക്രിയാറ്റിൻ സ്റ്റിറോയിഡ് ആണോ? ഇത് കഴിച്ചാൽ കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ? ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ? എന്താണ് ആക്ച്വലി ക്രിയാറ്റിൻ? സിമ്പിൾ ആയി പറഞ്ഞാൽ ക്രിയാറ്റിൻ ഒരു സ്റ്റിറോയിഡ് അല്ല. ഇത് നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിഷ് മീറ്റിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു നാച്ചുറൽ കോമ്പൗണ്ട് ആണ്. ബേസിക്കലി ഇത് മസിൽസിന് ക്യൂക്ക് എനർജി നൽകുന്ന ഒരു ഫ്യൂൽ സോഴ്സ് ആണ്. ക്രിയാറ്റിനെ കുറിച്ച് കുറെ മിസ്കോൺസെപ്ഷൻസ് നമ്മൾ പലരിൽ നിന്നും കേൾക്കാറുണ്ട്. ഇത് ക്രിയാറ്റിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ആളുകൾ ചില സമയത്ത് പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്ന ക്രിയാറ്റിൻ പോലുള്ള സപ്ലിമെന്റ്സ് സ്റ്റിറോയിഡ് ആണെന്നും ഡേഞ്ചറസ് ആണെന്നും പറഞ്ഞു പരത്തുന്നു. ബട്ട് ക്രിയാറ്റിൻ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഇൻഫാക്ട് ഫിറ്റ്നസ് ലോകത്തെ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യപ്പെട്ട സപ്ലിമെന്റ് ആണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്. ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് സ്പോർട്സ് ന്യൂട്രീഷൻ പോലുള്ള സ്ഥാപനങ്ങൾ പറയുന്നത് ഹെൽത്തി ഇൻഡിവിജ്വൽസിന് ക്രിയാറ്റിൻ ലോങ് ടേമിൽ യൂസ് ചെയ്യുന്നത് സേഫ് ആണെന്നാണ്. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ GRAS അഥവാ ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ് സ്റ്റാറ്റസ് പോലും ക്രിയാറ്റിൻ ഉണ്ട്. സോ ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഇറ്റ് ഹെൽപ്സ് അവർ ബോഡി റീസിന്തസൈസ് ATP, വിച്ച് ഈസ് ദ എനർജി കറൻസി ഓഫ് അവർ സെൽസ്. ക്രിയാറ്റിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ ആദ്യം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP എന്ന മോളിക്യൂളിനെ കുറിച്ച് അറിയണം. നമ്മുടെ ബോഡിയുടെ പ്രൈമറി എനർജിയാണ് ATP. മസ്കുലാർ കോൺട്രാക്ഷൻസ് ഉൾപ്പെടെ എല്ലാ സെല്ലുലാർ ആക്ടിവിറ്റീസിനും എനർജി നൽകുന്നത് ATP ആണ്. ഒരു മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എനർജി പുറത്തുവിടുന്നതിനായി ATP ബ്രേക്ക് ഡൗൺ ആയി അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ADP ആയി മാറുന്നു. എന്നാൽ നമ്മുടെ ബോഡിയിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ATP സ്റ്റോർ ചെയ്തിട്ടുണ്ടാവൂ. ഇത് കുറച്ച് സെക്കൻഡുകൾ നേരത്തേക്കുള്ള ഹൈ ഇന്റൻസിറ്റി ആക്ടിവിറ്റിക്ക് മാത്രമേ മതിയാകൂ. കൂടുതൽ നേരം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ATP വേഗത്തിൽ റീജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെയാണ് ക്രിയാറ്റിൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. ഗ്ലൈസിൻ, ആർജിനിൻ ആൻഡ് മിഥിയോണിൻ തുടങ്ങിയ അമിനോ ആസിഡുകളിൽ നിന്ന് ലിവർ, കിഡ്നീസ് ആൻഡ് പാൻക്രിയാസ് എന്നീ ഇന്റേണൽ ഓർഗൻസിലാണ് ക്രിയാറ്റിൻ നാച്ചുറലി പ്രൊഡ്യൂസ് ആകുന്നത്. ഇത് പ്രധാനമായും മസിൽസിൽ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ഓർ ഫോസ്ഫോ ക്രിയാറ്റിൻ എന്ന രൂപത്തിൽ സ്റ്റോർ ആകുന്നു. ഈ മോളിക്യൂൾ ഹൈ എനർജി ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളുടെ ഒരു റിസർവ് ആണ്. നമ്മൾ ഹൈ ഇന്റൻസിറ്റി ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ബോഡി ATP വേഗത്തിൽ റീപ്ലനിഷ് ചെയ്യാൻ ഫോസ്ഫോ ക്രിയാറ്റിൻ സിസ്റ്റത്തെയാണ് ആശ്രയിക്കുന്നത്. ഈ സമയത്ത് ഫോസ്ഫോ ക്രിയാറ്റിൻ അതിന്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ADPക്ക് നൽകുകയും അതിനെ വീണ്ടും ഹൈ എനർജിയുള്ള ATP മോളിക്യൂളായി മാറ്റുകയും ചെയ്യുന്നു. ATPയുടെ ഈ വേഗതയേറിയ റീജനറേഷൻ മസിൽസിനെ കൂടുതൽ നേരം ഹൈ ഇന്റൻസിറ്റിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. ക്രിയാറ്റിൻ സപ്ലിമെന്റായി കഴിക്കുമ്പോൾ മസിൽസിലെ ഫോസ്ഫോ ക്രിയാറ്റിന്റെ അളവ് കൂടുന്നു. ഇത് ഹൈ ഇന്റൻസിറ്റി എക്സസൈസുകൾക്കിടയിൽ ATP റീജനറേറ്റ് ചെയ്യാനുള്ള ശരീരത്തിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ എനർജി എളുപ്പത്തിൽ അവൈലബിൾ ആയതുകൊണ്ട് ട്രെയിനിങ് വോളിയം കൂട്ടാനും പീരിയോഡിക്കലി നമ്മുടെ ബോഡി മെച്ചപ്പെടുത്താനും നമ്മുടെ മസിൽസിന്റെ സ്ട്രെങ്ത്തും പവറും എൻഹാൻസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിനായി ഡെയിലി 3 മുതൽ 5 ഗ്രാം വരെ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് സപ്ലിമെന്റായി കഴിക്കുക. സോ ക്രിയാറ്റിൻ ഒരു മാജിക് പൗഡറോ ഡേഞ്ചറസ് സ്റ്റിറോയിഡോ അല്ല. ഇറ്റ്സ് എ സയന്റിഫിക്കലി പ്രൂവൺ സേഫ് സപ്ലിമെന്റ് ദാറ്റ് ഹെൽപ്സ് ഇംപ്രൂവ് സ്ട്രെങ്ത്, പെർഫോമൻസ് ആൻഡ് മസിൽ മാസ് when combined with proper training. ബട്ട് നിലവിൽ കിഡ്നി ഇഷ്യൂസ് ഉള്ളവരോ പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവരോ ആണെങ്കിൽ ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ക്രിയാറ്റിൻ യൂസ് ചെയ്യുക. അല്ലാത്തവർക്ക് ഇത് നല്ലൊരു സേഫ് ആൻഡ് എഫക്റ്റീവ് സപ്ലിമെന്റ് ആണ്. മിത്ത് നമ്പർ 2, ദ ബെല്ലി ഫാറ്റ് റിഡക്ഷൻ വർക്ക്ഔട്ട് മിത്ത്. കൂടുതൽ കാർഡിയോ ചെയ്താൽ ബെല്ലി ഫാറ്റ് കുറയുമോ? കൂടുതൽ ക്രഞ്ചസ് ചെയ്താൽ ബെല്ലി ഫാറ്റ് കുറയുമോ? ബെല്ലി ഫാറ്റ് കുറയാൻ എൻലെസ് ക്രഞ്ചസ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഐഡിയ സ്പോട്ട് റിഡക്ഷൻ എന്ന് പറയുന്നു. ഒരു പെർട്ടിക്കുലർ ബോഡി പാർട്ട് ടാർഗറ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഫാറ്റ് കുറയ്ക്കാമെന്നുള്ള ബിലീഫിനെയാണ് സ്പോട്ട് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ പോപ്പുലർ ആയ ഒരു ഫിറ്റ്നസ് മിത്താണ്. ഈ മിത്തിലെ ലോജിക് വളരെ പ്രോമിസിംഗ് ആണ്. നമ്മൾ ആപ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നു, അവിടുത്തെ ഫാറ്റ് കുറയ്ക്കുന്നു, ആപ്സ് മസിൽസ് ഡെവലപ്പ് ആയി സിക്സ് പാക്ക് വിസിബിൾ ആവുന്നു. പക്ഷേ റിയാലിറ്റി എന്തെന്നാൽ ഫാറ്റ് ലോസ് ഇസ് എ സിസ്റ്റമാറ്റിക് നോൺ ലോക്കലൈസ്ഡ് പ്രോസസ്. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എനർജിക്ക് വേണ്ടി ബോഡി ഫാറ്റ് എടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒരു പെർട്ടിക്കുലർ ബോഡി പാർട്ടിൽ നിന്ന് മാത്രമല്ല. ഈ പാറ്റേൺ ഡിസൈഡ് ചെയ്തത് നിങ്ങളുടെ ജനറ്റിക്സ്, ഹോർമോൺസ്, ഏജ്, ജെൻഡർ ഇതൊക്കെയാണ്. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസുകളല്ല. ചിലരുടെ ബോഡി ഫാറ്റ് ഫസ്റ്റ് പോകുന്നത് ഫേസിൽ നിന്നായിരിക്കും, മറ്റു ചിലരുടെ കൈകളിൽ നിന്നായിരിക്കും ഫസ്റ്റ് ബോഡി ഫാറ്റ് പോകുന്നത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒന്നാണിത്.
പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് ആപ്സ് വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളുടെ അബ്ഡോമിനൽ മസിൽസിനെ സ്ട്രോങ് ആക്കുന്നു. എന്നാൽ ആ മസിൽസിന് മുകളിലുള്ള ഫാറ്റ് ലെയറിനെ ഒന്നും ചെയ്യുന്നില്ല. വിസിബിൾ സിക്സ് പാക്ക് ആപ്സ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആപ്സ് ആർ മെയ്ഡ് ഇൻ ദ കിച്ചൺ. ഫോർമുല ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ബിൽഡ് ദ കോർ മസിൽ ബൈ ഫോക്കസിംഗ് ഓൺ കോമ്പൗണ്ട് ലിഫ്റ്റ് ആൻഡ് nourish ദ മസിൽ ബൈ ഫോളോയിങ് എ പ്രോപ്പർ കലോറി ഡെഫിസിറ്റ് ഡയറ്റ് പ്ലാൻ. ഡയറ്റ് ഇതാണ് കീ. നിങ്ങൾ മസ്റ്റായിട്ടും ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യണം. കലോറി ഡെഫിസിറ്റ് എന്നാൽ നിങ്ങൾ ഒരു ദിവസം ബേൺ ചെയ്യുന്നതിനേക്കാൾ കുറവായിരിക്കണം നിങ്ങൾ ഇൻടേക്ക് ചെയ്യുന്ന കലോറീസ്. നെക്സ്റ്റ് ഈസ് സ്ട്രെങ്ത് ട്രെയിനിങ്. ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യുക. കോമ്പൗണ്ട് ലിഫ്റ്റ് ലൈക്ക് സ്ക്വാട്സ്, ഡെഡ് ലിഫ്റ്റ് ആൻഡ് ഓവർഹെഡ് പ്രസ്സസിൽ ഫോക്കസ് ചെയ്യുക. ഇവ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ മസിൽസ് ബിൽഡ് ചെയ്യുന്നു. മോർ മസിൽസ് മീൻസ് എ ഹയർ റെസ്റ്റിംഗ് മെറ്റാബോളിസം. എന്തെന്നാൽ റെസ്റ്റിലായിരിക്കുമ്പോൾ നിങ്ങൾ കലോറി ബേൺ ചെയ്യുന്നു. ഡയറ്റും സ്ട്രെങ്ത് ട്രെയിനിങ്ങുമാണ് ഫാറ്റ് ലോസിന്റെ ആബ്സല്യൂട്ട് ഫൗണ്ടേഷൻ. ഇതിന്റെ കൂടെ കാർഡിയോയും ആപ്സ് വർക്കൗട്ടും ചെയ്യുന്നത് കൂടുതൽ കലോറി ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് വെറും സപ്ലിമെന്ററി ടൂൾസ് ആണ്, സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് ഒരു റീപ്ലേസ്മെന്റ് അല്ല. സോ നിങ്ങൾ ക്രഞ്ചസും കാർഡിയോയും ഓവറായി ചെയ്ത് സ്ട്രെങ്ത് ട്രെയിനിങ്ങിലും ഡയറ്റിലും ഫോക്കസ് ചെയ്യാതെ ആപ്സ് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഫോക്കസ് ഓൺ ദ ബിഗ് പിക്ചർ, എ കൺസിസ്റ്റന്റ് കലോറി ഡെഫിസിറ്റ് ഡയറ്റ്, progressive strength training, and using abs training and cardio as supplementary tools. This is the real and effective path to losing belly fat. Myth number 3. Do fasted cardio burn more fat? വെറും വയറ്റിൽ കാർഡിയോ ചെയ്താൽ കൂടുതൽ ഫാറ്റ് ബേൺ ആകുമോ? രാവിലെ എഴുന്നേറ്റ ഉടനെ ഒന്നും കഴിക്കാതെ ഓടാൻ പോകുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ദ ലോജിക് സീം സിമ്പിൾ. ബോഡിയിൽ ഫുഡ് ഇല്ലാത്തതുകൊണ്ട് ഗ്ലൈക്കോജൻ സ്റ്റോർസ് കുറവായിരിക്കും. സോ എനർജിക്ക് വേണ്ടി ബോഡി ഡയറക്റ്റ് ആയി ഫാറ്റ് യൂസ് ചെയ്യും. ഈ ലോജിക്കിൽ ചെറിയ സത്യമുണ്ട്. ഇറ്റ്സ് പാർഷ്യലി ട്രൂ. ഫാസ്റ്റഡ് സ്റ്റേറ്റിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ വർക്കൗട്ട് സെഷനിൽ തന്നെ ഫാറ്റ് ഓക്സിഡേഷൻ കൂടുതലായിരിക്കും. റിസർച്ച് കൺഫേം ചെയ്ത ഒന്നാണിത്. ബട്ട് നമ്മുടെ ബോഡി വളരെ സ്മാർട്ട് ആണ്. ഇറ്റ് കോമ്പൻസേറ്റ്സ്. ഇറ്റ്സ് ഓൾ അബൌട്ട് 24 hour സൈക്കിൾ. റിസർച്ച് കാണിക്കുന്നത് ഒരു 24 hour പീരിയഡ് എടുത്താൽ ഫാസ്റ്റഡ് കാർഡിയോ ചെയ്തവരും ഫുഡ് കഴിച്ചിട്ട് കാർഡിയോ ചെയ്തവരും തമ്മിൽ ടോട്ടൽ ഫാറ്റ് ലോസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ്. എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഫാസ്റ്റഡ് കാർഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ മോർണിംഗിൽ കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ ബോഡി അഡാപ്റ്റ് ചെയ്യുകയും ബാക്കിയുള്ള ദിവസം കുറഞ്ഞ അളവിൽ ഫാറ്റും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സും എനർജിക്കായി ഉപയോഗിക്കുന്നു. ഓൺ ദി അതർ ഹാൻഡ്, ഫുഡ് കഴിച്ച് കാർഡിയോ ചെയ്യുന്നവർ ആ വർക്കൗട്ട് സെഷനിൽ കുറച്ച് കലോറി ബേൺ ചെയ്യുന്നു. എന്നാൽ അവരുടെ ബോഡി ദിവസം മുഴുവൻ കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യുന്നു. കൂടാതെ ഒരു പ്രീ വർക്കൗട്ട് മീൽ കഴിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നേരം വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി ലഭിക്കുന്നു. ഇത് കൂടുതൽ കലോറി ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. സോ ബൈ ദ എൻഡ് ഓഫ് 24 hours ഇറ്റ് ഓൾ ഈവൻസ് ഔട്ട്. ഫാറ്റ് ലോസിന് വേണ്ട ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്തെന്നാൽ കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക എന്നതാണ്. നിങ്ങൾ എപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല. സോ വാട്ട് ഈസ് ദ ഫൈൻഡിങ്? ഫാസ്റ്റഡ് കാർഡിയോ ഒരു മാജിക് പില്ലല്ല. നിങ്ങൾക്ക് വെറും വയറ്റിൽ കാർഡിയോ ചെയ്യുമ്പോൾ നല്ല എനർജി ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഇനി നിങ്ങളുടെ വർക്ക് ലൈഫ് ഒരു പ്രോപ്പർ പ്രീ വർക്കൗട്ട് മീൽ കൺസിസ്റ്റന്റ് ആയി എടുക്കാൻ അലോ ചെയ്യുന്നില്ലെങ്കിൽ ഓൾസോ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ലൈറ്റ് മീലെങ്കിലും എടുത്തിട്ട് കാർഡിയോ ചെയ്യുക. ഫാസ്റ്റഡ് കാർഡിയോ നിങ്ങളെ വീക്ക് ആക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യാൻ സ്വയം ഫോഴ്സ് ചെയ്യാതിരിക്കുക. ബിക്കോസ് എ വീക്കർ വർക്കൗട്ട് ഈസ് ഓൾവേസ് ലെസ് എഫക്റ്റീവ്. Myth number 4. The get started in 30 days trap. Lose 10 kg in 1 month. Get 6-pack abs in 4 weeks. ഇതുപോലുള്ള ക്ലെയിം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കാഴ്ചയാണ്. ഒരു ബിഫോർ ഫോട്ടോ, ഒരു ആഫ്റ്റർ ഫോട്ടോ ആൻഡ് എ പ്രോമിസ് ഓഫ് എ ക്വിക്ക് ഫിക്സ്. ഇതൊക്കെ റിയൽ ആണോ? മോർ ഇമ്പോർട്ടൻ്റ്ലി ഇതൊക്കെ ഹെൽത്തിയും സസ്റ്റൈനബിളും ആണോ? ദ ആൻസർ ഈസ് ഓൾമോസ്റ്റ് ഓൾവേസ് നോ. എക്സ്പേർട്സും ഹെൽത്ത് ഓർഗനൈസേഷൻസ് പറയുന്നത് ആഴ്ചയിൽ 1/2 മുതൽ 1 കിലോഗ്രാം വരെ, അതായത് മാസത്തിൽ 2 മുതൽ 4 കിലോഗ്രാം വരെയാണ് ഹെൽത്തിയും സസ്റ്റൈനബിളുമായ വെയിറ്റ് ലോസ്. ഇതിലും വേഗത്തിൽ വെയിറ്റ് കുറയ്ക്കുന്നത് മോസ്റ്റ്ലി ബോഡിയിലെ വാട്ടർ വെയിറ്റ്, ഗ്ലൈക്കോജൻ, എല്ലാത്തിനുപരി മസിൽസ് എന്നിവയായിരിക്കും, അല്ലാതെ പ്യുവർ ഫാറ്റ് ആയിരിക്കില്ല. ഇത്തരം ക്രാഷ് ഡയറ്റുകൾ എക്സ്ട്രീംലി റെസ്ട്രിക്റ്റീവും മെന്റലി ഡ്രെയിനിങ്ങും ആയിക്കൊണ്ട് ഇത് ഫോളോ ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 30 ദിവസം കൊണ്ട് എക്സ്ട്രീം ഡയറ്റ് എടുത്ത് ഡെയിലി 2 ഹവേഴ്സിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് തടി കുറച്ചിട്ട് 31ാമത്തെ ദിവസം എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയി പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ ഓൾഡ് ഹാബിറ്റ്സിലേക്ക് തിരികെ പോകുന്നു. കുറഞ്ഞ വെയിറ്റ് വീണ്ടും തിരിച്ചു വരും. ഇത്തരം റെസ്ട്രിക്റ്റീവ് ഡയറ്റ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നതിനെ യോയോ ഡയറ്റിംഗ് എന്ന് പറയും. ഇത് വളരെ അൺഹെൽത്തിയാണ്. ലോങ് ടേമിൽ കൺസിസ്റ്റന്റ് ആൻഡ് സസ്റ്റൈനബിൾ ആയ എഫേർട്ടിലൂടെയാണ് ഫിറ്റ്നസിലെ ട്രൂ എഫിഷ്യൻസി ഉണ്ടാകുന്നത്. റിയൽ ട്രാൻസ്ഫോർമേഷന് സമയവും ക്ഷമയും വേണം. റിയൽ ട്രാൻസ്ഫോർമേഷൻ കൂടുതൽ കാലം ഫോളോ ചെയ്യാൻ പറ്റുന്ന ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്നതിൽ ഡിപ്പെൻഡഡ് ആണ്. സോ ഡോണ്ട് ഫോൾ ഫോർ ദ ട്രാപ്സ് ലൈക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇൻ 30 days. നിങ്ങൾ ദിവസവും സ്മോൾ സസ്റ്റൈനബിൾ ചേഞ്ചസ് ഉണ്ടാക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക. അതാണ് ലൈഫ് ലോങ് ട്രാൻസ്ഫോർമേഷന്റെ റിയൽ സീക്രട്ട്. Coming to the final myth of our series, myth number 5. ഡെയിലി ആപ്സ് വർക്കൗട്ട് ചെയ്താൽ 6-pack ഉറപ്പാണ്. ഇത് നേരത്തെ പറഞ്ഞ സ്പോട്ട് റിഡക്ഷന്റെ മറ്റൊരു രൂപമാണ്. കുറെ ആപ്സ് വർക്കൗട്ട് ചെയ്താൽ 6-pack വരുമെന്ന വിശ്വാസമാണ് പലർക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ആപ്സും മറ്റു മസിൽസ് പോലെ തന്നെയാണ്. ഇതിനും റെസ്റ്റ് ആൻഡ് റിക്കവറി അത്യാവശ്യമാണ്. എന്നാലേ അത് റിപ്പയർ ആയി കൂടുതൽ ശക്തിയോടെ ഗ്രോ ചെയ്യൂ.
ഡെയിലി ആപ്സ് വർക്കൗട്ട് ചെയ്യുന്നത് വഴി നിങ്ങൾ ആപ്സിനെ ഓവർ ട്രെയിനിങ് ചെയ്യുകയാണ്. ഇത് നിങ്ങളുടെ വർക്കൗട്ട് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആക്കാനും ഇഞ്ചുറി വരുത്താനും ചാൻസ് ഉണ്ട്. സിക്സ് പാക്ക് ആപ്സിന്റെ ഫോമുല ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ബിൽഡ് ദ കോർ മസിൽ ബൈ ഫോക്കസിംഗ് ഓൺ കോമ്പൗണ്ട് ലിഫ്റ്റ്സ് ആൻഡ് നോറിഷ് ദ മസിൽ ബൈ ഫോളോയിങ് എ പ്രോപ്പർ കലോറി ഡെഫിസിറ്റ് ഡയറ്റ് പ്ലാൻ. So the key is not endless crunches. The key is a smarter training plan that includes rest and most importantly a disciplined diet to lower your body fat. നമ്മൾ ഈ ഫിറ്റ്നസ് അഡ്വൈസ് സീരീസിൽ പഠിച്ചതൊന്ന് സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് വീഡിയോയിൽ ഫിറ്റ്നസിലെ ഫൗണ്ടേഷൻസിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്തു. സെക്കൻഡ് വീഡിയോയിൽ കോമൺ മിസ്കോൺസെപ്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, നമ്മുടെ പ്രോഗ്രസിനെ ഹിൻഡർ ചെയ്യുന്ന മിത്തുകളെ പൊളിച്ചടുക്കി. ഈ ഫിറ്റ്നസ് അഡ്വൈസ് സീരീസിലെ കോർ മെസ്സേജ് ഇതാണ്: മാസ്റ്റർ ദ ബേസിക്സ്, ബി കൺസിസ്റ്റന്റ് ആൻഡ് ട്രസ്റ്റ് ദ സയൻസ്, നോട്ട് ഹൈപ്പ്. നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാതിരിക്കുക. കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുക, സ്മാർട്ടായി വർക്ക് ചെയ്യുക, നോട്ട് ജസ്റ്റ് ഹാർഡ്. ഈ സീരീസിൽ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ റിസൾട്ട് ഉറപ്പായും ഉണ്ടായിരിക്കും. ഇറ്റ് മൈറ്റ് ടേക്ക് ടൈം, ബട്ട് ഇറ്റ് വിൽ ബി റിയൽ ആൻഡ് സസ്റ്റൈനബിൾ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കുക. See you in the next video. അതുവരേക്കും stay tuned and stay fit.